വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ചയിൽ പലപ്പോഴും അന്ന് ചൊല്ലേണ്ടതും ചെയ്യേണ്ടതുമായ സുപ്രധാന വിഷയങ്ങളിലേക്ക് സൂചിപ്പിക്കൽ നമ്മുടെ ഒരു സ്വഭാവമാണ്. 2-3 കാര്യങ്ങളിലാണ് ശ്രദ്ധ ചെലുത്തേണ്ടതും ശ്രമിക്കേണ്ടതും. ഒന്ന്, പള്ളിയിലേക്ക് വേഗത്തിൽ വരിക എന്നത് വിശുദ്ധ ഖുർആൻ തേടിയ തത്വമാണ്. രണ്ടാമത്തെ സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം. മൂന്നാമത്തത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ മേലിലുള്ള സ്വലാത്ത്. ഈ 3 ചിട്ടകളും ഉമ്മത്ത് പതിവാക്കുകയാണെങ്കിൽ ഉന്നതിയിലേക്ക് ഉയരുകയും ഈ 3 നിന്ന് ഉമ്മത്ത് അശ്രദ്ധരായി പിന്നോട്ട് മാറുകയാണെങ്കിൽ അപകടം സ്വയം കുഴിക്കുകയുമായിരിക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. മഹാനരായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ ഉമ്മത്ത് ചെയ്യുന്ന ആദ്യത്തെ ദുരാചാരം പള്ളിയിലേക്ക് ജുമുഅക്ക് പിന്തിപ്പോവുക എന്നതാണെന്ന്. അതിന്ന് എല്ലാ പള്ളികളിലും എന്ന പോലെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഈ ഉമ്മത്ത് തുടങ്ങി വെക്കുന്ന ആദ്യത്തെ അവരുടെ പരാജയത്തിന്റെ ദുരാചാരമാണ് എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആ പരാജയം ഉണ്ടാക്കരുത് എന്ന് ആദ്യം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ആവശ്യപ്പെടുകയാണ്. പിന്നെ സൂറത്തുൽ കഹ്ഫ് എന്നുള്ളത് സത്യത്തിൽ അതൊരു ഈ വിശ്വാസ സംരക്ഷണത്തിനുള്ള ഗുഹയാണ്. അത് അവർക്ക് മാത്രമല്ല, അവരുടെ ചരിത്രമടങ്ങിയ ആ വിശാലമായ സൂറത്ത് പതിവാക്കുന്ന നമുക്കും കാലോചിതമായ ഒരു സംരക്ഷണ വലയം അള്ളാഹു ഈ പാരായണത്തിലൂടെ ഉണ്ടാക്കി തരും. അതാണ് കഹ്ഫ്. ഏതിൽ നിന്നുള്ള സംരക്ഷണം? പിശാച്ചിൽ നിന്നുള്ള സംരക്ഷണം. ദജ്ജാലും പിശാച്ചിന്റെ ഒരു ഭാഗമാണ്. ഓരോ ആളുകൾക്കും ഒരു ഖിയാമത്ത് അവന്റെ മരണ ദിവസമാണ്. ഖിയാമത്ത് നാൾ എല്ലാവർക്കും ഉണ്ടാവും. ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടാണ് ദജ്ജാല് വരിക എന്നത്. അപ്പൊ ഔദ്യോഗികമായ വലിയ ബെടാ ഖിയാമത്ത് സംഭവിക്കുന്നതിന് മുമ്പ് മിനി ഖിയാമത്തിലൂടെ പരലോക പൗരത്വം സ്വീകരിക്കുന്ന ആളുകൾക്ക് ഈ ദജ്ജാലിന്റെ അരങ്ങേറ്റം ഉണ്ടാവും. കാരണം മൻ മാത ഖാമത്ത് ഖിയാമത്തുഹു മുഹമ്മദ് മുസ്തഫ. ആരാണോ മരിച്ചത് ആ മരണം അവന്റെ ഖിയാമത്താണ് എന്നാണ്. അപ്പൊ ഖിയാമത്ത് നാളിലൊരു അടയാളമാണ് ദജ്ജാല് വരിക എന്നുള്ളത്. അപ്പൊ ഈ മരിക്കണവന്റെ അടുത്തും ദജ്ജാല് വരണം. അവന്റെ അടുത്ത് വരുന്ന ദജ്ജാലാണ് ഇബ്ലീസ്. അത് മരിക്കണമയത്ത് എല്ലാവരുടെ അടുത്തും വരും എന്നുള്ളത് സഹിഹ ഹദീസാണ്. ദജ്ജാൽ ഇബ്ലീസൊക്കെ ഒരേ പണിയാണ് എടുക്കുന്നത്, പേര് മാറിയിട്ടുള്ളൂ. രണ്ട് ശക്തിയാണ്, പണി ഒന്നാണ്. ആളുകളുടെ ഈമാൻ പഴപ്പിക്കുക എന്നുള്ള. ഇബ്ലീസ് ആ സമയത്ത് വരുന്നത് ദജ്ജാലിന്റെ പണിയെടുക്കാനാണ്, ഈ മരിക്കണോന്റെ ഈമാൻ പഴപ്പിക്കാനാണ്. അപ്പൊ ഖിയാമത്ത് അടയാളം അവൻക്ക് ആ രീതിയിൽ ഉണ്ടായി. ആ സമയത്ത് അവന്റെ കരാള നികൃഷ്ട വേലകളിൽ നിന്നും ഹസ്തങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സൂറത്തുൽ കഹ്ഫ് മതിയായ പര്യാപ്തമായ പ്രധാന അധ്യായമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയ അത് വെള്ളിയാഴ്ചയിൽ പാരായണം ചെയ്യുന്നതിന് ശരീഅത്ത് പ്രേരിപ്പിച്ച മഹത്വം ഉൾക്കൊള്ളുകയും ചെയ്താൽ ഒരു വെള്ളിയാഴ്ചയിൽ നമ്മളത് ഒഴിവാക്കൂല. അള്ളാഹു അത് പതിവായി പാരായണം ചെയ്യുന്ന പരിശുദ്ധി നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ സലാത്ത. അതിന് പ്രത്യേകിച്ച് ഒരല്പം മഹബത്തുള്ള ആളുകളോട് പ്രേരിപ്പിക്കേണ്ട കാര്യമില്ല. അതിന് മഹബത്ത് ഉണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മഹബൂബിനെ സദാ ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. ചില മഹാന്മാർ മഹബത്തിന്റെ വ്യാഖ്യാനമായി എഴുതി വെച്ചതിന് ദിക്റുൽ മഹബൂബ് എന്നാണ്. മഹബൂബിനെ ഓർക്കുക. മഹബൂബിനെ ഓർത്താൽ ആ മഹബൂബിനെ എന്താണ് പ്രധാനമായി ഇഷ്ടപ്പെടാൻ സമ്മാനമായി കൊടുക്കേണ്ടത് എന്ന കാര്യം നെക്സ്റ്റ് ചിന്തിക്കുമെന്നത് ആർക്കും അറിയാവുന്ന, സാമാന്യ ബുദ്ധിമുള്ള ആളുകൾക്ക് അറിയാവുന്ന ചെറിയ സത്യമല്ലേ. നമ്മളൊരാളെ ഇഷ്ടപ്പെട്ടാൽ അവർക്ക് എന്ത് സമ്മാനം കൊടുക്കണം, അവരുടെ ഹൃദയം കീഴ്പ്പെടുത്താൻ, നമ്മൾ അവരുടെ ഹൃദയത്തിൽ കയറിക്കൂടാൻ എന്താണ് കൊടുക്കേണ്ടത് എന്ന് മുഹിബ് ചിന്തിക്കും. എങ്കിൽ
ആ ചിന്തയിൽ വരുന്ന ഒന്നാമത്തെ കാര്യമാണ് അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ. ഇന്ന ആള് എന്റെ മെഹബൂബാണെങ്കിൽ എനിക്ക് അവരോട് ഇഷ്ടം വേണം, അവരുടെ നാടിനോട് ഇഷ്ടം വേണം, അവരുടെ വർത്തമാനങ്ങളോട് ഇഷ്ടം വേണം, അവരുടെ സ്ഥലത്തോട് ഇഷ്ടം വേണം, അവരുടെ വസ്ത്രത്തോട് ഇഷ്ടം വേണം, അവരുടെ മക്കളോട് ഇഷ്ടം വേണം, അവരുടെ കുടുംബത്തോട് ഇഷ്ടം വേണം, അവർ കിടക്കുന്ന മണ്ണിനോട് ഇഷ്ടം വേണം. ആർക്കും അറിയുന്ന ചെറിയ കാര്യമല്ലേ. ഇടക്കാലത്ത് ആരോ പറയുന്നുണ്ട് മദീനയിൽ പോയി മരിക്കാനൊന്നും കൊതിക്കരുത് എന്ന്. അത് അന്ന് വിട്ട എ ക്ലാസ് പേടിയാണ്. എന്താണ് മഹബത്ത് എന്നതിന്റെ രസാന്തരം തിരിയാത്തോണ്ടാണ്. എന്താണ് മഹബത്ത്, ആരായാലും എനിക്ക് കുഴപ്പമില്ല. എന്താണ് മഹബത്ത് എന്നതിന്റെ രസാന്തരം തിരിഞ്ഞിട്ടില്ല. അതാണ് തിരിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പം പറയുമ്പോൾ ഓർത്തിട്ടുണ്ടാവും. എന്തുകൊണ്ട്? മൻ അറാദ അൻ യമൂത ബിൽ മദീന ഫൽയമൂത് ലി അന്നി അശ്ഫഉ ലിമൻ മാത ബിഹാ. ആരെങ്കിലും മദീനയിൽ മരിക്കാൻ വരികയാണെങ്കിൽ അവന് മരിക്കോളം അവിടെ താമസിച്ചോട്ടെ, എന്നിട്ട് അവിടെ മരിച്ചു കിടക്കട്ടെ. എന്തുകൊണ്ട്? എന്നെ ആഗ്രഹിച്ച് എന്റെ മദീനയിൽ വന്ന് മരിക്കുന്ന, അവിടെ മറമാടപ്പെടുന്ന വ്യക്തിക്ക് ഞാൻ ശഫാത്ത് ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന ആഗ്രഹിക്കുക, മദീനയിൽ മരിക്കാൻ കൊതിക്കുക, മദീനയിൽ പോയി മരിക്കുക, ഇതൊക്കെ റസൂലിന്റെ ശഫാത്തിന് സബബാണ്. മുഅ്മിനീങ്ങള് കൊതിക്കൂലേ? എല്ലാരും കൂടി ഇങ്ങോട്ട് വരാൻ കാത്തുന്നാല് പണ്ട് ആരോ പറഞ്ഞാലും ഖബർ സിയാറത്ത് സുന്നത്താണ്, ആണ്ട് പോയത് ഖബർ ഇങ്ങോട്ട് വരട്ടെന്ന് പറഞ്ഞു. ആരെ പുസ്തകത്തിലേക്ക് എത്തിച്ചാൽ ഇതിപ്പോ എല്ലാരും കൂടി മക്കി മദീനയും കാവ്യൊക്കെ കൂടി പോരന്റെ ഉള്ളിൽ ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചാല് അങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചോണ്ടായില്ല. പക്ഷെ അവിടെ പോയാൽ കിട്ടിയെന്ന് ഉറപ്പല്ലേ, അവിടെ കിടന്നാ കിടന്നു എന്ന് ഉറപ്പല്ലേ. ഈമാൻ ഉണ്ടായ പോരെ, ഈമാനിലേക്ക് ഇങ്ങോട്ടും അവിടൊന്നും വരൂലല്ലോ. അവിടെ പോയി കിടക്കണം, അവിടെ പോയി മരിക്കണം. ഇത് കൊടാനക്കൂടി ആശയങ്ങൾ ലോക ചരിത്രത്തിൽ എന്നും ആഗ്രഹിച്ചതും കൊതിച്ചതും പ്രാർത്ഥിച്ചതും പ്രവർത്തിച്ചതുമാണ്. അതിന് നമ്മളൊരുപാട് കാലത്തിന് ശേഷം വന്നിട്ട് ഓർഗനൈസ് ശരിയാവില്ലായിരുന്നു. എന്താ ചെയ്യുന്നത്? അത് ഇസ്ലാമിന്റെ മഹബത്തിന്റെ മദീനയുടെ മദദിന്റെ പ്രവാഹമാണ്. ആരെങ്കിലും എന്റെ മദീനയിൽ മരിക്കാൻ കൊതിച്ചാൽ അതിനെ തടയിടരുത്, അവൻ മരിക്കട്ടെ. മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ആത്മഹത്യ കിട്ടുന്നല്ല, മരിക്കണവരെ അവിടെ കഴിയട്ടെ. എന്നാ മരിക്കാൻ ബോധ്യമുള്ളവരും ഇങ്ങോട്ട് പോരി, എന്റെ മടിത്തട്ടിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നവർ മരിച്ചോളി. കാരണം അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് എന്റെ ശഫാഅത്ത് ഉണ്ട് എന്ന് അത് കൊതിക്കൂലേ? എന്തുകൊണ്ട്? ഇന്നൽ ഈമാന ലയഗ്രിസു ഇലൽ മദീന. ഇന്നൽ ഈമാന ലയഗ്രിസു ഇലൽ മദീന എന്നാണ്. അതിന്റെ വ്യാഖ്യാനം ഇമാമിങ്ങൾ എഴുതിയിട്ടുണ്ട്, എടുത്തു നോക്ക്. എന്താ വ്യാഖ്യാനം? ഹബീബിന്റെ കാലത്ത് മുത്തുനബിയെ കാണാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് പോകും. അല്ല പറയുന്നുണ്ട് മുത്തുനബി എന്റെ വരെയും കണ്ട് വറ്റെന്നല്ല അന്ന് ചിന്തിച്ചിട്ടുണ്ട്. എല്ലാരും അങ്ങോട്ട് പോയത്. അതേ ഒഴുക്ക് ഹബീബ് വഫാത്തായി ഖബർ കിടക്കുമ്പോഴുണ്ടാവും, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അല്ലാതെ അങ്ങോട്ട് വറ്റേന്ന് ആഗ്രഹിക്കില്ല. അങ്ങനത്തെ ആളുകൾക്ക് അവരുടെ നാട്ടിൽ മരിച്ചാൽ മദീനന്റെ സുഗന്ധം ഉണ്ടാവും ചെയ്യും. പക്ഷെ മനുഷ്യന്റെ ഹൃദയം എപ്പോഴും സ്പന്ദിക്കുന്നത്, തുടിക്കുന്നത്, പോകുന്നത്, ചാഞ്ചാടുന്നത് മദീനയിലേക്കാണ്. ഏതുപോലെ പാമ്പിനെ ഇര കിട്ടിയാൽ 1001 കഴിക്കാൻ പിന്നെ പാമ്പ് ശ്രമിക്കുന്നത് മാളത്തിനാണ് എന്നതുപോലെ ഉള്ളിന്റെ ഉള്ളിൽ ഈമാൻ വന്നാൽ അവന്റെ ഹൃദയം ഉടനെ തന്നെ കൊതിക്കുന്നത് സുറുദരീഖൽ മുസ്തഫ വാസിദ് ഇഖാമതം ബിഹി സുർതഅമി സാവിയന ഖൽബിക സിൽസാല സാൽ തഹ ഖൽബി മുദഅതൈതു വാദിയൻ ഖാഫമാ താബ ഔവിദാദി തോഹ താലിയല്ലി താലിതാൽ. മുസ്തഫ നബിയുടെ നാടിനെയും അവിടുന്ന് കിടക്കുന്ന പുണ്യസ്ഥലത്തെയും നീ സന്ദർശിച്ചോന്ന് പറഞ്ഞ്, അല്ല പൊരയ്ക്ക് ഇങ്ങോട്ട് വരാൻ കാത്തിരുന്നോന്നല്ല, അവിടെ പോയി സന്ദർശിച്ചോന്നാണ്. പക്ഷെ അത്ഭുതങ്ങൾ ഉണ്ടാവാം. എന്തുകൊണ്ട്? ചില ആളുകൾക്ക് മഹബത്ത് മൂത്താൽ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നേക്കാം. പക്ഷെ ആരോഗ്യമുള്ള മുഴുവൻ ആളുകളും കൊതിക്കണം, എനിക്ക് മദീനയിൽ എത്തണം, എനിക്ക് സലാം അറിയണം, എനിക്ക് ബാബു സലാമിന്റെ ഉള്ളിൽ കൂടി കയറണം, എനിക്ക് മുത്തനബിന്റെ ചാര പോകണം, എനിക്കൊന്ന് കരയണം, ഇതൊന്ന് പാടണം, എനിക്ക് എന്റെ ഹൃദയത്തിന്റെ മഹബത്തിന്റെ വേവലാതി ഒന്ന് അറിയിക്കണം. ഇത് ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? ആ ഭാഷ സ്നേഹിക്കാത്ത ആരാ ഉള്ളത്? ആ ഭാഷയുടെ വക്താക്കൾ, ആ അറബികളെ സ്നേഹിക്കാത്ത ആരാ ഉള്ളത്?
ആരാ അറബികളെ സ്നേഹിക്കാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ നിന്ന് അറബികളെ സവിശേഷത കൊണ്ട് തെരഞ്ഞെടുത്തിട്ടില്ലേ? ഈമാനുണ്ടെങ്കിൽ അറബികൾ മഹാന്മാരാണ്. അത് അന്നും ഇന്നും എന്നും അറബികളിൽ വലിയ മഹാന്മാരുണ്ട്, കെട്ട ആളുകളുണ്ട്, അറബികളല്ലാത്തവരിലുണ്ട്. അറബികളിലും നല്ലോര് എന്നുണ്ട്, ഇന്നുണ്ട്. ആരിഫീങ്ങളുണ്ട്, ഔലിയാക്കളുണ്ട്, അള്ളാഹു പൊരുത്തപ്പെട്ട മഹാന്മാരുണ്ട്. ഇനി ആരാ ഇമാം മഹദി? അവരെവിടാ വരുന്നത്? സൗദിയിലല്ലേ? അവരാദ്യമായിട്ട് ബയ്യത്ത് ചെയ്യുന്ന ആരാ? മലയാളികളാണോ? മനുഷ്യന്മാര് തോന്നിയതൊക്കെ വിളിച്ചു പറയാ, ഉമ്മത്തിന്റെ കഷ്ണം കഷ്ണാക്കുക. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് മദീന, ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിനാ. ഈമാനുള്ളവന്റെ ഹൃദയം സദാ തുടിക്കുന്നത് മദീനയിലേക്കാണ്, മദീനയിലേക്കാണ്. ആ മദീനന്റെ ഓർമ്മയുള്ള ആളുകൾ സ്വലാത്ത് അധികരിപ്പിക്കും. ദീർഘമായിട്ട് പറയില്ല. ആ സ്വലാത്ത് അധികരിപ്പിച്ച് വെള്ളിയാഴ്ച രാവിലെ നമുക്ക് അനുകൂലാക്കണം. വെള്ളിയാഴ്ച പകലും രാവൊക്കെ സ്വലാത്ത് അധികരിപ്പിച്ചാൽ ഈമാനോടെ മരിക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. സ്വലാത്ത് അധികരിപ്പിച്ചവരെ അള്ളാഹു നരകത്തിലിട്ട് കരിക്കൂല. അതൊരു തത്വമാണ്. അപ്പൊ അവൻ തെറ്റുകുറ്റങ്ങൾ ചെയ്താലോ അവൻ വല്ലാതെ വർക്കത്തരം ചെയ്യൂല, അള്ളാഹു ആക്കും. അഥവാ തോന്നിയാസത്തിന്റെ വക്കലും സൗകര്യത്തിലും സാഹചര്യമൊക്കെ എത്തിയാൽ അള്ളാഹു തആല അവന്റെ കൽബിൽ ഒരു സൽസലത്തിട്ട് കൊടുത്തിട്ട് പിന്തിരിപ്പിക്കും. ഇനി അഥവാ എപ്പോഴെങ്കിലും ചളിയിൽ വീണാലോ കുളിച്ച് ഫ്രഷ് ആവാനുള്ള സൗകര്യം അള്ളാഹു ആത്മീയമായിട്ട് ഒരുക്കി കൊടുക്കും. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ഖുർആനാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വലാത്ത് അധികരിപ്പിക്കണ കൂട്ടത്തിൽ പെടണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് ആമീൻ പറയ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി. ഡേറ്റ് കിട്ടിയോ? അടുത്ത വെള്ളിയാഴ്ച നിനക്ക് പോവാ. എന്നാ എവിടെയാ അടുത്ത വെള്ളിയാഴ്ച നിനക്ക് പോവാ? നിങ്ങളാ തിരുവായി ഉണ്ടെന്ന് പറഞ്ഞാണ്. മസാല നിൽക്കണ്ട, ഉറപ്പിച്ചു പറഞ്ഞോളെ. അടുത്ത വെള്ളിയാഴ്ചന്റെ മുമ്പ് പോവോന്ന് ചോദിച്ചാൽ അതിനുള്ള വർത്താനം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് നിങ്ങളെ ധൈര്യം പറയും. അല്ലാഹു അല, അത് ശരിയാണ്, അതുപോലെ വിശ്വാസമാണ്. ആയിക്കോട്ടെ. അപ്പോ എന്താ ശരിയാഴ്ച പോണ അടുത്ത വെള്ളിയാഴ്ച മുമ്പ്? അവർക്ക് കിട്ടിയിട്ടില്ല. ഏതാ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അവരെ യാത്രക്ക് സന്തോഷത്തിലേക്ക് കൊടുക്കട്ടെ. അല്ലാഹു തആല പലവട്ടം നമുക്കൊക്കെ പോകാൻ തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു മദീന നമ്മുടെ മജ്ജയുടെ, രക്തത്തിന്റെ, ചിന്തയുടെ, ജീവിതത്തിന്റെ അഭിലാഷമായി മാറ്റട്ടെ. മദീനയുടെ അനുരാഗം അഗ്നിയായി ആളിപ്പടർന്ന് അതിലായി മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിൽ നമുക്കൊരു ഇടം തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇന്നത്തെ സമാപന ദുആ ബഹുമാനപ്പെട്ട അലി ഉസ്താദ് ആർക്കും ഇൻഷാ അല്ലാഹ് അവര് ജുമാന് ശേഷം ഇന്ന് യാത്ര പറയും. നമുക്ക് സുബൈന്റെ ആളുകൾ എല്ലാവരും ജുമാക്ക് ചിലപ്പോൾ വന്നോളുന്നില്ല. അപ്പൊ ഇവിടെ ഒന്ന് ചെറുതായിട്ട് യാത്ര കഴിഞ്ഞിട്ട് പോലും ഇത് ആർക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട മോമിനീങ്ങളെ, ഈ കൊല്ലത്തെ ഹജ്ജിന് വേണ്ടി പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇന്ന് ഇൻഷാ അല്ലാഹ് ജുമാക്ക് യാത്ര പറയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പോകേണ്ട ഡേറ്റ് കിട്ടിയിട്ടില്ല. പല ആളുകൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വല്ലാതെ വൈകാതെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് യാത്രയിലും മറ്റെല്ലാ കാര്യങ്ങളും റാഹത്തായി കിട്ടാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും
മർളിയായ സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖിനും വേണ്ടി ആഫിയത്തിനും വേണ്ടി എല്ലാവരും ദ്വാരിക്കണം എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. എൻ്റെ ദുആയിലൊക്കെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه واتباع سيدنا ونبينا ومولانا محمد. اللهم وصل بلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة بعد القبول أولا إلى حضرة نبينا وسيدنا وحبيبنا المصطفى محمد صلى الله عليه وسلم. اللهم وإلى حضرات جميع الأنبياء والمرسلين والصحابة والأولياء والعلماء والشهداء والصديقين والصالحين وأهل الخير كلهم أجمعين. وإلى حضرات مشايخنا وإلى حضرات أساتذتنا وإلى حضرات أرواح من ماتوا منا من آبائنا وأمهاتنا وجدنا وجداتنا وسائر أمواتنا، خاصة إلى حضرات أرواح من دفنوا حوالينا. اللهم اغفر لنا ولهم وارحمنا وإياهم. اللهم اجمع بيننا وبينهم في دار جناتك الفردوس مع النبي المصطفى محمد صلى الله عليه وسلم ومع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبورهم مغفرة من وفر النيران. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعزنا ولا تذلنا في الدارين. اللهم أعز الإسلام والمسلمين وأذل الشرك والكفر والكافرين. اللهم انصرنا على أعدائنا يا خير الناصرين. اللهم انصرنا وانصر الإسلام والمسلمين في جميع البلاد يا رب العالمين. اللهم وفقنا حج بيتك الحرم ولزيارة نبينا مصطفى محمد صلى الله عليه وسلم مع العافية والسلامة والقبول والأدب يا رب العالمين. اللهم ارزقنا الحج والعمرة والزيارة المرضية قبل أن تميتنا مرارا قديما يا رب العالمين. اللهم اغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربياني صغيرا، ولمشايخنا ولأساتذتنا ولأزواجنا ولذرياتنا ولمن أعاننا ولمن أطعمنا ولمن أوصانا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات، وقنا وإياهم شر ما قضيت. اللهم انصر أمة سيدنا محمد صلى الله عليه وسلم وارحم أمة سيدنا محمد صلى الله عليه وسلم وتجاوز عن أمة سيدنا محمد صلى الله عليه وسلم. اجعلنا من خيار أمته ومن محبه يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اشف أمراضنا وأمراض مرضانا وأمراض من أوصانا يا شافي الأمراض. اللهم حصل حلال مرادنا ومراد من أعاننا ومراد من أوصانا يا محصل المرادات. اللهم قل حاجاتنا وحاجاتهم يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على